2030 15 വാഹനങ്ങളായിട്ട് ടാറ്റ മോട്ടോഴ്സ് മാർക്കറ്റ് കീഴടക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടിയാണെന്ന് തോന്നുന്നു മഹീന്ദ്ര ഇപ്പോൾ കൊടുത്ത്. എന്നാൽ പിന്നെ നിങ്ങൾ കീഴടക്കുന്നത് നമ്മൾ കാണണമല്ലോ എന്ന് പറഞ്ഞ് അവരും ഇപ്പോൾ 4 വിഷൻ കോൺസെപ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ 2 സപ്പോമീറ്റർ വാഹനങ്ങളായ വിഷൻ എക്സും വിഷൻ എസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിഷൻ എക്സ് എന്ന് പറയുന്നത് XUV സീരീസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ക്രോസ് ഓവർ പോലത്തെ SUV ആണ്. കാണുമ്പോൾ നമുക്കൊരു ഇത്തിരി കർവി ആയിട്ടുള്ള ഡിസൈൻ പോലെ തോന്നും. ബാക്കി വണ്ടികളെല്ലാം ബോക്സ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും അടിപൊളിയാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്ചറിലാണ് ഇൻറ്റീരിയർ വരുന്നത്. അതുപോലെ ഡ്യുവൽ സ്ക്രീൻ, 3 സ്പോക്ക് സ്റ്റിയറിംഗ് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വണ്ടി നമ്മുടെ സ്കോർപിയോ സീരീസിൻ്റെ അണ്ടറിൽ വരുന്ന വിഷൻ എസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. മറ്റത് എക്സ് ആയതുകൊണ്ട് XUV സീരീസ് ആയിരുന്നു. ഈ വണ്ടി പക്ഷേ മറ്റതിന് നേരെ വിപരീതമായി നല്ല ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു സ്റ്റൈലിങ്ങിലാണ് വരുന്നത്. കുറച്ച് ഒരു റഫ് ആൻഡ് ടഫ് ഓഫ് റോഡ് ടൈപ്പ് ലുക്കുള്ള SUV ആണത്. പക്ഷേ ഇതും സഫോമീറ്റർ തന്നെയാണ്. ഡിസൈൻ ബോക്സ് പോലെയാണെങ്കിലും ഇൻറ്റീരിയർ അടിപൊളിയാണ്. ഇതിൻ്റെ ഡാഷ്ബോർഡ് ലേഔട്ട് ആയിക്കോട്ടെ, സ്റ്റിയറിംഗ് വീൽ ആയിക്കോട്ടെ, മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു കാണാനുള്ള രസമായാലും ഫീച്ചേഴ്സ് ആയാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള സ്ക്രീൻസ് ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും വണ്ടി കാണാൻ അടിപൊളിയാണ്. ഈ 4 വാഹനങ്ങളുടെ ഇൻറ്റീരിയർ എടുത്താലും അത്യാവശ്യം വ്യത്യസ്തതയുണ്ട്. എന്തായാലും ഇതൊന്നും EV ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. കാരണം മഹീന്ദ്രയുടെ NUiQ എന്ന് പറഞ്ഞ പുതിയ ആർക്കിടെക്ചറിലാണ് ഈ വണ്ടികളൊക്കെ വരുന്നത്. പെട്രോൾ, ഹൈബ്രിഡ്, ഡീസൽ, ഇലക്ട്രിക് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് അക്കാര്യത്തിലും പേടിക്കേണ്ട.